ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 1990 ഒരു ഹൊറർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ അരക്നോഫോബിയ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു പേരിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. ഈ ഒരു മൂവിയുടെ വൺ ലൈനെ പറ്റി ഞാൻ ഒരു കാര്യം പറയുന്നില്ല. നിങ്ങൾ തമ്പനയിലും അതേപോലെ തന്നെ ടൈറ്റിലും കണ്ട അതേ കാര്യം തന്നെയാണ്. ഇതിൽ കൂടുതൽ എന്താണ് ഈ ഒരു മൂവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവസാനം വരെ നല്ല ത്രില്ലോടെ കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി. മിസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നഷ്ടമാവും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ ഒരു ലൈക്കും, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ ഈ ബോട്ടിൽ പോകുന്ന രണ്ടുപേരുണ്ടല്ലോ, അതിൽ മുന്നിലിരിക്കുന്ന ഒരു തൊപ്പിയിട്ട് അവൻ്റെ പേര് മാൻലി എന്നാണ്. ഏതോ ഒരു റിസർച്ച് ടീമിൻ്റെ മെമ്പറാണ്. അതുപോലെ അവനിപ്പോൾ പറയുന്നുണ്ട്, അയ്യോ നല്ലതുപോലെ ലേറ്റായി, ഇനി താമസിക്കുമെന്നെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവർ അവസാനം എത്തുന്ന ഒരു വെള്ളച്ചാട്ടത്തിനടുത്തേക്ക്. ഇപ്പം അവൻ അവിടേക്ക് വരുമ്പോഴത്തേക്കും ഡോക്ടർ ജെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്. അവനിപ്പോൾ മാൻലിയെ ഹേയ് എന്താ ഇത്ര വരാണ്ട് താമസിച്ചെന്നെല്ലാം പറഞ്ഞ് വഴക്കെല്ലാം പറഞ്ഞിട്ട് കാരണങ്ങളെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും മാൻലി പറയുന്നുണ്ട്, സോറി സാർ, വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് അസുഖമൊക്കെ ആയിരുന്നു എന്ന് പറയുമ്പോൾ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അതൊക്കെ വിട്, എന്തായാലും നമുക്ക് പോയി റിസർച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ബാഗെല്ലാം ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ്. എന്താണെന്ന് വെച്ചാൽ പല വർഷങ്ങളായിട്ട് മനുഷ്യരുടെ കണ്ണിൽ പെടാത്ത ഒരുപാട് ജീവജാലങ്ങളുള്ള ഒരു സ്ഥലമാണ്. അവിടേക്കാണ് ഇവർ പോകാൻ പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം പഠിക്കണം, റിസർച്ച് ചെയ്യണം. ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും പോകുന്നത്. ഇപ്പോൾ ഒരു ഹെലികോപ്റ്ററിൽ എല്ലാവരും ആ ഒരു കാടിന്റെ വശത്തേക്ക് പോകുമ്പോൾ ഇവരോടൊപ്പം ലോക്കലായിട്ടുള്ള ഒരു ആദിവാസിയുണ്ട്. കാരണം ഇയാൾക്ക് മാത്രമേ ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് അറിയത്തുള്ളൂ. അങ്ങനെ ഹെലികോപ്റ്ററിൽ പോകുമ്പോഴത്തേക്കും മാൻലിയുടെ കാലിൽ എന്തോ ഒരു എറുമ്പ് പോലെ എന്തോ എന്ന് വന്നിരിക്കുമ്പോൾ ജെയിംസ് അതിനെ തട്ടിക്കളഞ്ഞിട്ട്, മാൻലി ഈ ഒരു കാടിനകത്ത് പോകുമ്പോഴത്തേക്കും ഇതുപോലുള്ള പല ജീവികളും പ്രാണികൾ ഇതെല്ലാം നമ്മുടെ അടുത്തേക്ക് വരും, ഇതെല്ലാം ഉണ്ടാവും, അതെല്ലാം അത്രയും അപകടകരമായിട്ടുള്ളതാണ്, അതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും മാൻലി ചോദിക്കും, ഒരു എറുമ്പ് കടിച്ചെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മരിക്കും, അതുകൊണ്ടല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ മാൻലി ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൈലറ്റ് ബാക്കിയുള്ള എല്ലാവരും മാൻലിയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോഴേക്കും ജെയിംസ് ഒരു മാപ്പ് എടുത്ത് കാണിച്ചിട്ട്, ദേ ഇവിടെയല്ലേ നമ്മൾ പോയിട്ട് അവസാനം ദേ ഈ ഒരു മാൻ ഹോൾ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നും നല്ലതുപോലെ റിസർച്ച് ചെയ്ത് അത് കഴിഞ്ഞ് ഈ ഒരു സിങ് ഹോളില്ലേ അതുപോലെയുള്ള ഈ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ അവസാനം ആ ഒരു ഹെലികോപ്റ്റർ താഴേക്ക് ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവരുടേതായുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അതെല്ലാം എടുത്തു വെച്ച് അത് കഴിഞ്ഞ് ഒരു വലിയ കുഴിയുണ്ട്. അതൊരു സിങ് ഹോൾ പോലെയുള്ള സ്ഥലമാണ്. അതിന് മുകളിലേക്ക് വന്നിങ്ങനെ നിൽക്കാണ്. അവിടേക്ക് വരുമ്പോഴത്തേക്കാണ് മാൻലി പറയുന്നത്, എടാ നിങ്ങൾ ആ ഒരു പാറ്റേനെ എറുമ്പിനെ പറ്റി പറയാതിരുന്നാലും പിന്നെ കുഴപ്പമില്ല, പക്ഷെ ഇത്രയും വലിയൊരു കുഴിയിലേക്ക് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും ആ ഒരു വാലിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ കയറിട്ട് പതിയെ പതിയെ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്കും ആ ഒരു കാട്ടുവാസി പറയും, ശരി ഇവിടെ വരെ ഞാനുള്ളൂ, ഇനി അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ഇവരെല്ലാവരും താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു ഫ്രെയിം കണ്ടോ, കാണുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു അവതാറിലെ ഒരു സ്ഥലം പോലെ ഉണ്ടല്ലേ, ആർക്കൊക്കെ അങ്ങനെ തോന്നിയതെന്ന് കമന്റ് ചെയ്തേക്കുക. അങ്ങനെ എല്ലാവരും താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു വലിയ മെഷീൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ താഴേക്ക് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട മാൻലി ആണെങ്കിലും അവിടെയുള്ള ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് അറിയാതെ അവിടെയുള്ളൊരു വലിയ ചിലന്തി വലയുണ്ട്, അതിനുള്ളിലേക്ക് കയറി കുരുങ്ങിയിട്ട് ഇപ്പം അതിലുള്ള ചിലന്തിനെ കണ്ട് പേടിച്ച് താഴേക്ക് വീഴുമ്പോൾ ഇതെല്ലാം കണ്ട ബാക്കി എല്ലാവരും ഒരു ചിലന്തി വല കണ്ടിട്ടാണോ നീ ഇതുപോലെ പേടിക്കുന്നത്, മയങ്ങിയൊന്നും വീഴരുത്, നിന്നെ കൊണ്ട് മുകളിലേക്ക് പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ മാൻലി അവിടെയുള്ള ഒരുപാട് ചിലന്തി വലകളുണ്ടല്ലോ, അതും അത്രയും വലുതാണ്, സാധാരണ ചിലന്തികൾ ഇടുന്ന വല പോലെയല്ല, അതെല്ലാം ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരു വലിയ മരത്തിന് ചുവടിലേക്ക് വന്നിരുന്ന് അവർ കൊണ്ടുവന്ന ഒരുപാട് സാധനങ്ങൾ അവിടെ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവരുടെ കയ്യിൽ വലിയൊരു മെഷീൻ ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നിങ്ങനെ ആ ഒരു പുക ഈ ഒരു മരത്തിന് മുകളിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുറേ നേരം അത് അടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ആ ഒരു പുകയുടെ എഫക്റ്റ് കാരണം ഈ മരത്തിന് മുകളിലുണ്ടായിരുന്ന എല്ലാ പ്രാണികളും അതേപോലെ തന്നെ ബാക്കിയുള്ള ജീവജാലങ്ങളെല്ലാം താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. അതും ഇവർ സെറ്റപ്പാക്കി വെച്ച ആ ഒരു സാധനം ഉണ്ടല്ലോ, പാത്രം പോലത്തെ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിന് മുകളിലേക്കാണ് വന്ന് വീഴുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും ജെയിംസ് പറയും, ദേ ഇത് നോക്ക്, പുതിയ ഇനം സ്പീഷീസുകളാണ് എല്ലാം, ഇത് പുതിയൊരു കണ്ടുപിടുത്തമായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇവർ അതിന്റെ ഫോട്ടോയിൽ എടുക്കുമ്പോഴത്തേക്കാണ് അവിടെയുള്ള മറ്റൊരു പാത്രത്തിൽ കുറച്ച് വലിയ രീതിയിലൊരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടിച്ചെന്ന് നോക്കുമ്പോൾ അതൊരു ചിലന്തിയാണ്. എന്തായാലും നമ്മുടെ ആ ഒരു കൈ ഉണ്ടല്ലോ, ആ ഒരു കൈയിന്റെ വലിപ്പം ഉണ്ടാവും. അപ്പൊ അതുപോലെയുള്ള 2 ചിലന്തികളുണ്ട്. അതിലൊരു ചിലന്തിയെ എടുത്ത് ഒരു കുപ്പിയിലേക്ക് ആക്കുന്നതും മറ്റൊരു ചിലന്തിയെ നമ്മുടെ മാൻലി ഫോട്ടോ എടുക്കാനായിട്ട് വരുമ്പോൾ ഈ ഒരു ചിലന്തി ചാടി അവന്റെ കയ്യിൽ കടിക്കാനായിട്ട് ആ ഒരു ക്യാമറയിൽ ഇങ്ങനെ പിടിക്കും. പക്ഷെ അതിനു മുന്നേ തന്നെ അവൻ താഴേക്ക് തട്ടിയിട്ടിട്ട് അതിന് ഒരു ഒറ്റ ചവിട്ട്. ഇത് കണ്ട ജെയിംസ് അവന്റെ അടുത്തേക്ക് വന്നിട്ട്, അല്ല നിനക്ക് ഇത്തിരി ഒരു വിവരമുണ്ടോ, ഇത് പുതിയ തരം ഒരു സ്പീഷീസ് ആണ്, ഇതിനെയൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെ വലിയ പാടുള്ള കാര്യമാണ്, അതിനെ നീ കൊന്നേക്കുന്നു എന്നെല്ലാം അവനിങ്ങനെ വഴക്ക് പറഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ഇവർ അതിനു മുന്നേ ഒരു ചിലന്തിയെ പിടിച്ചിരുന്നല്ലോ. സത്യത്തിൽ അത് ചത്തിട്ടില്ല, അത് മയങ്ങി കിടക്കുമായിരുന്നു. ഇപ്പൊ ആ ഒരു കണ്ണാടി കുപ്പിക്കുള്ളിൽ
അത് വീണ്ടും എഴുന്നേറ്റ് വരുമ്പോൾ അതിനെ മയക്കാൻ വേണ്ടി ഇവർ തുണിയിൽ എന്തോ ഒരു മരുന്ന് മുക്കിയിട്ട് അത് അതിനകത്തേക്കിട്ട് അടച്ചങ്ങ് വയ്ക്കും. അങ്ങനെ അതിനെ മയക്കിയിട്ട് അത് കഴിഞ്ഞ് ഓക്കെ ഇന്നത്തെ റിസർച്ച് എന്തായാലും കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ സാധനങ്ങളെല്ലാം ഇവർ പാക്ക് ചെയ്ത് അത് കഴിഞ്ഞ് നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കാണ് മരത്തിന്റെ മുകളിലുണ്ടായിരുന്ന ഒരു ചിലന്തി നേരെ അതിന്റെ മുകളിലേക്ക് വന്ന് വീഴുന്നു. അതുമല്ല അവിടെ വെച്ചിരുന്ന ഒരു ബാഗ് ഉണ്ട്, അതിനകത്തേക്ക് ആ ഒരു ചിലന്തി ഇങ്ങനെ കയറി പോവാണ്. ഇവരാരും ഇത് കാണുന്നില്ലേ. അത് കഴിഞ്ഞ് ഇവർ ആ ഒരു വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് വന്നിട്ട് ഇവർ പിടിച്ചുകൊണ്ട് വന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെ പരിശോധിക്കുകയാണ്. അപ്പോഴേക്കും ജെയിംസ് ആ ഒരു ചിലന്തിയെ പരിശോധിക്കുമ്പോൾ ഒരു വിധത്തിലുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻ അതിന്റെ ശരീരത്തിൽ ഇല്ല എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കും. വേറെ ഒന്നല്ല, ഈ ഒരു തേനീച്ചകളുണ്ടല്ലോ അതുപോലെയാണ്. ഈ ജോലി ചെയ്യുന്ന തേനീച്ചകൾക്ക് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഒന്നും ഉണ്ടാവത്തില്ല, ആ റാണിക്ക് മാത്രമേ അത് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് റാണീനെ ഇതെല്ലാം കൂടി പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുപോലെയാണ് ഈ ഒരു ചിലന്തികളുടെ കാര്യവും. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ വർക്കർ ചിലന്തിയാണ്. ഇതിന്റെ റാണി ചിലന്തി എവിടെയെങ്കിലും ഉണ്ടാവും, അതിന്റെ വലിപ്പം തന്നെ എന്തുണ്ടാവും എന്നല്ല ഇവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ട മാലി ആണെങ്കിലോ അവനാണെങ്കിലും നല്ലതുപോലെ വിയർക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയും, എനിക്ക് പനി ഇപ്പൊ നല്ല കുറവില്ല, ഞാൻ ഏതായാലും പോയി കിടക്കുവാണെന്ന് പറഞ്ഞ് അവൻ ആ ഒരു ടെന്റിനകത്തേക്ക് വന്നിട്ട് മൂടിപ്പൊച്ചേനെ കിടക്കുമ്പോൾ ഈ ഒരു ബാഗിൽ വീണ ആ ഒരു ചിലന്തി ഇപ്പോൾ പതിയെ വെളിയിലേക്ക് ഇറങ്ങാണ്. എന്നിട്ട് ഇത് പതിയെ മാലി കിടക്കുന്ന ആ ഒരു കട്ടിലേക്ക് കയറിയിട്ട് അവന്റെ ആ ഒരു പുതപ്പിനടിയിലേക്ക് കയറി മുകളിലേക്ക് നടന്നു വരും. അപ്പോൾ മാലി പെട്ടെന്ന് എഴുന്നേറ്റ് ചേട്ടാ ഇതെന്താന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കി നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ചിലന്തിയെ കാണുന്നിട്ട് പെട്ടെന്ന് അവൻ ഉള്ളിലേക്ക് കൈയിടുമ്പോൾ ഇത് പെട്ടെന്ന് അവന്റെ കാലിലേക്ക് കടിച്ചു കൊടുക്കും. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, അത് കടിച്ച് കുറച്ച് നേരം പോലും ആയില്ല, അതിന് മുന്നേ തന്നെ മാലി വായിൽ നിന്ന് രക്തമെല്ലാം ഛർദ്ദിച്ച് അവൻ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ആരും അറിയുന്നില്ലേ, അവൻ ഇപ്പോഴും ഉറങ്ങിക്കിടക്കാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിലുള്ളൊരു കണ്ണാടി വന്നിട്ട് മാലിയെ വിളിക്കുമ്പോഴത്തേക്ക് അവ എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ ഈ ഒരു കാര്യം ജെയിംസിനോട് പറയുന്നതും ഇവർ വന്ന് ഇവരെ പരിശോധിച്ച് നോക്കുമ്പോൾ അവൻ അനക്കൊല്ല, അവൻ മരിച്ചു കിടക്കുന്നു. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്താണ്, ഇവൻ വരുമ്പോഴേ ഇവന് പനിയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നിട്ടുള്ളത്, അത് കാരണമായിരിക്കും ഇവൻ മരിച്ചത്. ഓക്കെ, എന്തായാലും മാലിയുടെ ഫാമിലിയെ ഈ ഒരു കാര്യം അറിയിച്ച് അത് കഴിഞ്ഞ് അവന്റെ ശരീരം ഇവിടെ നിന്ന് കൊണ്ടുപോകണമല്ലോ, അതുകൊണ്ട് തന്നെ ഒരു പെട്ടിക്കുള്ളിലാക്കി അവന്റെ ശരീരം ഇങ്ങനെ അടക്കുകയാണ്. അങ്ങനെ ആണിയെല്ലാം വെച്ച് അടിക്കുന്ന സമയത്താണ് ആ ഒരു പെട്ടിയുടെ ഒരു ചെറിയ ഹോളിലൂടെ ഈ ഒരു ചിലന്തി അതിനുള്ളിലേക്ക് കയറി പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാൻലിയുടെ ശരീരം അവന്റെ നാട്ടിലേക്ക് അയച്ചു വിടുന്നതും ഇപ്പോൾ ഒരു കാറിൽ അവന്റെ ശരീരം നേരെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ അവന്റെ ശരീരം സൂക്ഷിക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന ആ ഒരു പെട്ടി അങ്ങനെ തുറക്കുന്നതും അതിനകത്താണ് മറ്റൊരു കാര്യം കാണുന്നത്. വേറെ ഒന്നുമല്ല, അവന്റെ ശരീരം ഇപ്പോൾ ഈ രക്തമൊന്നുമില്ലാതെ ചുക്കി ചുളങ്ങിയ അവസ്ഥയിൽ അഴുകി പോവാതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അയാൾ പെട്ടെന്ന് നമ്മുടെ ജെയിംസിനെയും മറ്റും വിളിച്ചിട്ട്, അല്ല നിങ്ങൾ എന്ത് സാധനം അവന്റെ ശരീരം അഴുകാതിരിക്കാൻ വേണ്ടി ഇട്ടത്, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നെല്ലാം പറഞ്ഞു നിൽക്കുമ്പോൾ ഈ ഒരു പെട്ടികളിൽ നിന്നും ആ ഒരു ചിലന്തി പതിയെ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അയാളും ഇത് കാണുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചിലന്തി ഉണ്ടല്ലോ അത് താഴേക്ക് വരുമ്പോഴത്തേക്കും ഇതിനകത്തൊരു നായയും പൂച്ചയുണ്ടായിരുന്നു. ഇത് ഈ ഒരു ചിലന്തിയെ കാണുമ്പോൾ അത് രണ്ടും പേടിച്ചിട്ട് ആ ഒരു വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം. അങ്ങനെ ഈ ഒരു ചിലന്തി അതിന്റെ പുറകെ തന്നെ വരികയാണ്. ഈ ഒരു വീട്ടിൽ നിന്ന് അത് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്നൊരു കാക്ക അവിടേക്ക് പറന്നിറങ്ങി ഈ ഒരു ചിലന്തിയെ കൊത്തിയെടുത്ത് അവിടെ നിന്ന് പറന്നങ്ങ് പോകും. അങ്ങനെ കുറേ ദൂരം ഈ ഒരു കാക്ക ഇങ്ങനെ പറന്നു പോകുമ്പോഴത്തേക്കും കാണിക്കുമ്പോൾ ആ ഒരു ചിലന്തി ഈ ഒരു കാക്കേനെയും കടിച്ചിട്ടുണ്ട്. ആ ഒരു കാക്കയും ചത്ത് നേരെ താഴേക്ക് ഒന്ന് വീഴും. ഇപ്പൊ കാണിക്കുമ്പോൾ ആ ഒരു കാക്ക ചത്ത് വീണ ആ ഒരു സ്ഥലമുണ്ടല്ലോ അതിനടുത്തായിട്ട് ഒരു വീടുണ്ട്. അവിടേക്ക് ഒരു കാർ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. വേറെ ഒന്നല്ല, പുതുതായിട്ടൊരു ഫാമിലി ഇവിടെ താമസിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ, അതേപോലെ തന്നെ ഹീറോയുടെ ഭാര്യ മോളി. അങ്ങനെ ഇവരെല്ലാവരും കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഹീറോയുടെ മകനുണ്ടല്ലോ അവൻ ഇപ്പോൾ ഒരു ബോൾ എടുത്ത് ഇങ്ങനെ കളിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ബോൾ തെറിച്ച് ഈ ഒരു കാക്കയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവൻ ഓടി വന്ന് ആ ഒരു ബോൾ എടുക്കാൻ വരുമ്പോൾ കാക്കനെ കാണും. അപ്പൊ അവന്റെ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ ഇവിടെ ഒരു കാക്ക ചത്ത് കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഹീറോ പറയും, നീ അതൊന്നും നോക്കി നിൽക്കാതെ ആ ഒരു ബാളും എടുത്ത് തിരിച്ചു പോവാന്ന് പറഞ്ഞ് അവൻ ആ ഒരു ബോൾ എടുക്കുന്ന സമയത്ത് അവന്റെ കൈയിനടുത്തായിട്ട് തന്നെ ആ ഒരു ചിലന്തിയുടെ എന്തോ ഭാഗ്യത്തിന് അവനെ കടിച്ചില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവർ സാധനങ്ങളെല്ലാം ഈ ഒരു വീടിനകത്ത് ഇങ്ങനെ കയറ്റാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ആ ഒരു പയ്യൻ വീടിനകത്ത് നിന്ന് ഇറങ്ങി വരുന്ന അച്ഛ അച്ഛ എന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി, ഇല്ല ഒരു പെട്ടിക്കകത്തൊരു ചിലന്തി ഉണ്ടെന്ന് പറയുമ്പോൾ പഴയ വീടല്ലേ, അത് പുതിയ സ്ഥലം, നമ്മൾ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് താമസിക്കാൻ വരുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ചിലന്തികൾ കാണും, അതൊന്നും വലിയ കാര്യമൊക്കെ കണ്ട. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഹീറോ അവന്റെ ഭാര്യ മോളി ഉണ്ടല്ലോ അവളെയാണ് വിളിക്കുന്നത്. മോളി ദേ ഇവിടെ ഒരു ചിലന്തി ഉണ്ട്, അതിനെ പിടിച്ചു കളയാൻ പറയുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഈ ഒരു ചിലന്തികളെ കണ്ടു കഴിഞ്ഞാൽ പേടിയാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടേക്ക് വന്ന് ആ ഒരു ചിലന്തിയെ പിടിച്ചിട്ട് അവൾ അതിനെ കൊല്ലത്തില്ല, പക്ഷെ ആ ഒരു ചിലന്തിയെ പൊക്കിയെടുത്ത് നേരെ അടുത്തുള്ള ആ ഒരു പഴയ ഷെഡുണ്ട് അതിനകത്തേക്ക് കൊണ്ടിങ്ങനെ വിടും. അങ്ങനെ കൊണ്ടുവിടുമ്പോഴത്തേക്കാണ് അതേ ഷെഡിനകത്തേക്ക് ആ ഒരു വലിയ ചിലന്തി ഉണ്ടല്ലോ അതും ഒരു ചെറിയ ഹോൾ വഴി ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഹീറോയ്ക്കുള്ള ആ ഒരു ചിലന്തിയുടെ പേടിയുണ്ടല്ലോ അതിനെയാണ് ആർക്നോഫോബിയ എന്ന് വിളിക്കുന്നത്. ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം, പുതിയ അറിവാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഹീറോ നേരെ അവന്റെ ക്ലിനിക്കിലേക്ക് പോവാണ്. കാരണം അവനൊരു ഡോക്ടറാണ്. അതുപോലെ ഹീറോയുടെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു വയസ്സുള്ള ഡോക്ടറും ഉണ്ട്. അയാൾ ഇപ്പോൾ റിട്ടയർ ആകുമ്പോഴത്തേക്കാണ് ഹീറോ ഈ ഒരു സ്ഥലത്തേക്ക് ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡോക്ടർ റിട്ടയർ ആയി കഴിഞ്ഞാലേ അയാളുടെ പേഷ്യൻസിനെല്ലാം നമ്മുടെ ഹീറോയ്ക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു 6 മാസം കൂടി ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ റിട്ടയർ ചെയ്യാനുള്ള ആ ഒരു ഐഡിയ എനിക്ക് ഇല്ലാന്ന് പറയുന്നതും ഹീറോയ്ക്ക് വല്ലാണ്ടായി പോയി.
ഇപ്പൊ പേഷ്യൻസ് ഇല്ലാതെ ഹീറോ ജോലി ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ ഈ ഒരു കാര്യം കേട്ടത് ഹീറോ പതിയെ വെളിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പോലീസ് വന്നിട്ട് ഹീറോയുടെ കാർ അവിടെ പാർക്ക് ചെയ്തതുകൊണ്ട് തന്നെ അതിനിങ്ങനെ ഫൈൻ കൊടുക്കാണ്. അപ്പോൾ ഹീറോ വന്നിട്ട് സാർ എന്താ ഇത്, ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നൊരു ലേഡി അവിടേക്ക് വന്നിട്ട് ആ ഒരു ഫൈൻ അടച്ച ബില്ലുണ്ടല്ലോ അത് വലിച്ചങ്ങ് കീറിക്കളയും. എന്നിട്ടാണ് അവൾ പറയുന്നത് ഈ ഒരു പോലീസുകാരനെ ഒന്നും വലിയ കാര്യമാക്കണ്ട, അവൻ കുട്ടിക്കാലം മുതലേ ഇങ്ങനെ തന്നെയാണെന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയെ പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. സത്യത്തിൽ ഈ ഒരു ലേഡി നമ്മുടെ ഹീറോയുടെ അടുത്തൊരു അയൽക്കാരിയാണ്. ഇന്നലെ വരുമ്പോൾ തന്നെ ഇവർ ഹീറോയെ കണ്ടിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഹീറോ നേരെ വീട്ടിലേക്ക് വന്ന് തൻ്റെ ഭാര്യയോട് ഇന്നൊരു നല്ല കാര്യമുണ്ട് മോശക്കാര്യമുണ്ട്. നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ പേഷ്യൻറ്റിനെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അവർ താമസിക്കുന്നതേ ഇവിടെ നമ്മുടെ വീടിനടുത്തായിട്ട് തന്നെയാണ്. അതാണ് നല്ല കാര്യം. രണ്ടാമത്തെ മോശക്കാര്യം എന്താണെന്ന് വെച്ചാൽ അവരല്ലാതെ എനിക്ക് വേറെ ഒരു പേഷ്യൻസും ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും അവൻ്റെ ഭാര്യ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. ഓ, അപ്പോൾ ഞാൻ എൻ്റെ ജോലി ഒരിക്കലും വിടരുതായിരുന്നല്ലേ, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്യട്ടെ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോ അടുത്തേക്ക് വന്നിട്ട് ഏയ് അതിനൊന്നും ഒരു കുഴപ്പമില്ല, ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് എന്തായാലും ഒരു പേഷ്യൻറ്റിനെ കിട്ടി, ഇനി എന്തായാലും അവർ വഴി അവരുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഇവരെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരും, അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട എന്നെല്ലാം പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ ഹീറോ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു പേഷ്യൻ്റ് ഉണ്ടല്ലോ ആ ഒരു ലേഡി അവരിപ്പോൾ ഹീറോയെ കാണാനായിട്ട് വരികയാണ്. അങ്ങനെ അവരെ കണ്ട് പരിശോധിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നും കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്ത് അവരോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വെളിയിലേക്ക് വരാണ്. കാരണം ഹീറോയുടെ ആകെയുള്ള ഒരു പേഷ്യന്റ് ഇവർ മാത്രമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ആ ഒരു ലേഡി പറയുന്നത് നിങ്ങളിപ്പോൾ ഇവിടെ ആദ്യമായിട്ടല്ലേ വന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു വെൽക്കം പാർട്ടി ഞാൻ റെഡിയാക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ അവിടേക്ക് വരണമെന്നെല്ലാം പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നതും ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവളിപ്പോൾ ഹീറോ വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ അടുത്തുള്ള ആ ഒരു ഷെഡ് ഉണ്ടല്ലോ അതിനടുത്തേക്ക് ഇങ്ങനെ നടന്നു വരും. എന്നിട്ട് അവളുടെ കയ്യിലാണെങ്കിൽ ഒരു ക്യാമറയുണ്ട്. ആ ഒരു ക്യാമറയെ വെച്ചിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഇപ്പൊ മുകളിലേക്ക് നോക്കി എന്തോ ഒരു കാര്യം കണ്ടിട്ട് അവൾ ഫോട്ടോ എടുക്കുമ്പോൾ അത് വേറെ ഒന്നുമല്ല ആ ഒരു ചിലന്തി വലയാണ്. അവൾ വിചാരിക്കും ഓ ഞാൻ കൊണ്ടുവിട്ട ആ ഒരു ചിലന്തി ഇപ്പോ ഇത്രയും വലിയ വല ഉണ്ടാക്കിയോ എന്ന് പറഞ്ഞ ഒരു അത്ഭുതത്തോടെ തന്നെ അവൾ പതിയെ മുകളിലേക്ക് കയറും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കാര്യം കണ്ട് അവൾ തന്നെ ഞെട്ടുന്നത്. കാരണം അതിനകത്ത് മുഴുവനായിട്ടും ഈ ഒരു ചിലന്തി വല, അതും ചെറുതല്ല വലുത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഹീറോ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഇവരെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അടുത്ത വീട്ടിലെ ബണ്ണി എന്ന് പറഞ്ഞൊരു ചെറിയ പെൺകുട്ടിയുണ്ട്. അവളാണെങ്കിൽ ഇവരുടെ മക്കളെ കളിക്കാനായിട്ട് വിളിക്കുമ്പോൾ ഇവരോട് പെർമിഷൻ എല്ലാം ചോദിച്ച് അവർ രണ്ടുപേരും ആ ഒരു പെൺകുട്ടിയോട് കളിക്കാനായിട്ട് പോകുന്നു. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കിച്ചണിൽ നിന്ന് പാത്രമെല്ലാം കഴുകുമ്പോഴത്തേക്കാണ് ഹീറോയോട് പറയുന്നത് ഇതുപോലെ ആ ഒരു ഷെഡിനകത്ത് ഞാൻ ഈ ഒരു വലിയ ചിലന്തി വലയെല്ലാം കണ്ടു, എന്തുകൊണ്ട് നീ ഒന്ന് പോയി കണ്ടുകൂടാ, അങ്ങനെയാണെങ്കിൽ നിന്റെ ആ ഒരു പേടി കുറച്ചൊക്കെ ഒന്ന് മാറുമല്ലോ, ഇങ്ങനെയല്ല അതെല്ലാം മാറ്റുന്നേ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത് ഹേയ് വെറുതെ ആ ഒരു ചിലന്തിയെ കാണുമ്പോഴത്തേക്കല്ല എനിക്ക് നടന്ന ആ ഒരു കാര്യം, അതിന് ശേഷമാണ് എനിക്കിത് പേടിയായി തുടങ്ങിയെന്ന് പറയുമ്പോൾ അവൾ പറയും പിന്നെ നിനക്കല്ലാതെ കുട്ടിക്കാലത്ത് 2 വയസ്സിൽ വേറെ ആർക്കും ഒരു സംഭവം നടന്നിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ 2 വയസ്സുള്ളപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഈ ഒരു ചിലന്തി കാരണം എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അതിനുശേഷമാണ് അവൻ ഈ ഒരു പേടി ഇങ്ങനെ തുടങ്ങിയത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ഇവർ രണ്ടുപേരും നടന്നിങ്ങനെ വരുമ്പോൾ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഹീറോയെ നിർബന്ധിച്ച് ആ ഒരു ഷെഡിനകത്ത് ഇങ്ങനെ കൊണ്ടുവരും. ഇതൊരു തെറാപ്പി സെക്ഷൻ പോലെ കണ്ടാൽ മതി എന്നും പറഞ്ഞ് മുകളിലേക്ക് കയറി അത് കാണാൻ പറയുന്നതും ഹീറോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏണി പിടിച്ച് മുകളിലേക്ക് കയറി ഈ ഒരു ചിലന്തിവല കാണുമ്പോൾ ഇത്രയും വലുതെന്നും പറഞ്ഞിട്ട് അവ കുറച്ചുകൂടി മുകളിലേക്ക് കയറാൻ ശ്രമിക്കും. പക്ഷേ അവിടെയുള്ള എന്തോ ഒരു തടി ഇങ്ങനെ ഒടിഞ്ഞ് താഴേക്ക് വീഴുന്നതും ഇവൻ പേടിച്ച് അടുത്തുള്ള ഒരു തടിയിൽ കൈ വയ്ക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒരുപാട് ചിലന്തിവല ഉണ്ടായിരുന്നു, ഇതെല്ലാം കൂടി അവന്റെ മുകളിലേക്ക് വന്ന് വീഴും. അങ്ങനെ അത് കണ്ട് നേരെ താഴേക്ക് വീഴുന്നതും ഈ ഒരു ചിലന്തി വലയിൽ ഒരു എലി ഇങ്ങനെ പെട്ടിടപ്പെട്ടായിരുന്നു. അത് തൂങ്ങി കിടക്കുമ്പോൾ ഇതും കൂടി കണ്ട് പേടിച്ച് അലറി വിളിച്ച് ഹീറോ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് അവൻ ഇത്തിരിയെങ്കിലും സമാധാനമാവുന്നത്. ഇപ്പൊ അതിനുള്ളിൽ കാണിക്കുമ്പോൾ ആ ഒരു വലിയ ചിലന്തി ഉണ്ടല്ലോ അതാണെങ്കിൽ ഒരുപാട് മുട്ടയെല്ലാം ഇട്ട് വെച്ചിട്ട് ആ ഒരു മുട്ടയിൽ നിന്നും ഒരുപാട് ചിലന്തികൾ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അവന്റെ ആ ഒരു പേഷ്യന്റ് ആയിട്ടുള്ള ഒരു ലേഡി അവരിപ്പോൾ അവരുടെ വീട്ടിൽ ആ ഒരു പാർട്ടി നടത്തുകയാണ് ഹീറോയെ സ്വാഗതം ചെയ്തുകൊണ്ട്. അപ്പൊ ആ ഒരു പാർട്ടിയിൽ നമ്മുടെ ഹീറോയുടെ ഭാര്യ കുട്ടികളെ എല്ലാവരും ഉണ്ട്. അങ്ങനെ അവിടെയുള്ള എല്ലാവരും നമ്മുടെ ഹീറോ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അവനെ വന്ന് പരിചയപ്പെടുകയാണ്. ഇത് നല്ലൊരു ചാൻസ് ആണെന്ന് പറഞ്ഞ് ഹീറോയും എല്ലാവരോടും പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഇത് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരാള് ആ ഒരു അപ്പൂപ്പൻ ഡോക്ടർ ഉണ്ടല്ലോ അയാൾ മാത്രമാണ്. അതേ സമയം ഈ ഒരു ഷെഡിനടുത്ത് കാണിക്കുമ്പോൾ അതിനകത്ത് നിന്നും ആ ഒരു ചിലന്തികളുണ്ടല്ലോ ചെറുത് അതെല്ലാം ഒരുപാട് വെളിയിലേക്ക് ഇറങ്ങി വന്ന് പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ പോവാണ്. ഹീറോയുടെ വീടിനകത്തേക്കും അതേപോലെ തന്നെ ആ ഒരു ഷെഡിന്റെ വെളിയിലുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ആ ഒരു ചിലന്തികൾ പോകുന്നുണ്ട്. ഇവിടെ ഈ ഒരു പാർട്ടിയിൽ കാണിക്കുമ്പോൾ ഇപ്പൊ വയസ്സായിട്ടുള്ള രണ്ടുപേര് ഭാര്യയും ഭർത്താവാണ്. അതിൽ ആ ഒരു ഭാര്യ മദ്യമെല്ലാം ഒരുപാട് കുടിച്ചിട്ട് ഇനിയും വേണമെന്ന് പറഞ്ഞിങ്ങനെ വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ രണ്ടുപേരും വഴക്കുണ്ടാക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ അടുത്ത ഒരാളുണ്ട്. അയാൾ ഇപ്പോൾ ഹീറോയെ നോക്കിയിട്ട് പറയും അവർ രണ്ടുപേരും ഏത് സമയം ഇങ്ങനെ തന്നെയാണ്, കാരണം അവർക്കൊരു മകനുണ്ടായിരുന്നു, ഒരു ഫോട്ടോഗ്രാഫർ, മാൻലി എന്നാണ് പേര്. ഏതോ ഒരു കാടിനകത്ത് എന്തോ റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയപ്പോൾ അവിടെ വെച്ച് ആ ഒരു പയ്യൻ മരിച്ചു പോവാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അവന്റെ ബോഡി ആ ഒരു സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഏതോ ഒരു വാമ്പയർ അവന്റെ രക്തമെല്ലാം വലിച്ചെടുത്തതുപോലെയാണ് അവന്റെ ശരീരം തന്നെ ഉണ്ടായിരുന്നത് എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഭാര്യയും ഭർത്താവും നല്ലതുപോലെ കുടിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ ഈ ഒരു പാർട്ടി നടത്തിയ ആ ഒരു ലേഡി ഉണ്ടല്ലോ ഹീറോയുടെ പേഷ്യന്റ് അവരുടെ അടുത്തേക്ക് വന്ന് ഓക്കെ അപ്പോൾ നാളെ
നല്ല ബിസി ആയിരിക്കുമല്ലോ. ശരി, എന്തായാലും നാളെ കാണാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഹീറോ ഇപ്പോൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഈ ഒരു ലേഡി ആയാലും വീടിനകത്ത് ഇങ്ങനെ കയറി പോകുന്നതും ആ ഒരു ഷെഡിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയ ചിലന്തി ഉണ്ടല്ലോ, അതിലൊരു ചിലന്തി ഈ ഒരു വീടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. എന്നിട്ട് ഇത് നേരെ വീടിനകത്തുള്ള ഒരു പൂച്ചയെ കടിക്കാനായിട്ട് അതിൻ്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ ഈ ഒരു ലേഡി വന്ന് ആ ഒരു പൂച്ചയെ എടുക്കും. പക്ഷെ ഇവർ ആ ഒരു ചിലന്തിയെ കാണുന്നില്ല. അതുപോലെ സമയമാണെങ്കിലും ഇപ്പോൾ രാത്രിയായി. അങ്ങനെ ആ ഒരു പൂച്ചയെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഓക്കെ വെളിയിലേക്ക് പോയിട്ട് വാന്ന് പറഞ്ഞ് അവർ നേരെ കഥ അടച്ച് അകത്തേക്ക് പോകുന്നു. അങ്ങനെ അകത്തേക്ക് വന്നിരുന്ന അവരാണെങ്കിലോ എന്തോ ഒരു ഫോട്ടോ എടുത്ത് കുറെ നേരം ഫീൽ ചെയ്ത് ഇങ്ങനെ നോക്കിയിട്ട് അത് കഴിഞ്ഞ് ഉറങ്ങാന്ന് പറഞ്ഞ ആ ഒരു ലൈറ്റ് ഇങ്ങനെ ഓഫ് ചെയ്യുന്നതും ആ ഒരു ചിലന്തി അവരുടെ കയ്യിലേക്ക് വന്ന് വീണിട്ട് അവരെയും കടിക്കുന്നു. അപ്പൊ എന്തായാലും ആ ഒരു ലേഡി മരിച്ചു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഈ ഒരു വീടിന്റെ ബേസ്മെന്റിലേക്ക് പോയിട്ട് അവിടെ എന്തോ ഒരു ആണി അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ആണി അടിച്ചടിച്ച അവസാനം ആണി വരുന്നത് നേരെ മുകളിലേക്ക് ഹീറോയിന്റെ കാലിൽ കൊണ്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കും. അപ്പോഴാണ് അവൾ ചോദിക്കുന്നത്, എടാ നീ താഴെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പെടുന്ന മുകളിലേക്ക് വന്നിട്ട് ഓ അപ്പൊ ഞാൻ അടിച്ച ആണി കാണുന്നത് വെറുതെ അല്ല, ഇത് ഇവിടെ വന്നില്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ തടി വെച്ചാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ശരിയാക്കാനായിട്ട് ആളെ വിളിക്കാം. ഓക്കെ, എന്തായാലും ഇതിനെപ്പറ്റി അടുത്ത വീട്ടിൽ ആ ഒരു ലേഡിയോട് ഇവന്റെ പേഷ്യൻ്റ് ഉണ്ടല്ലോ അവരോട് സഹായം ചോദിക്കാന്ന് പറഞ്ഞിട്ട് അവൻ അവരുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ ഒരു പത്രമെല്ലാം വെളിയിൽ തന്നെ കിടപ്പുണ്ട്. അവർ വന്ന് എടുത്തിട്ടില്ല. അങ്ങനെ അതും എടുത്ത് നേരെ വീടിനടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ഒരു പൂച്ച അകത്തേക്ക് കയറാൻ വേണ്ടി ഡോറിനടുത്ത് ഇങ്ങനെ കരയുന്നു. അങ്ങനെ ആ ഒരു പൂച്ചയെ വന്ന് എടുത്തിട്ട് നിന്നകത്തേക്ക് കയറ്റിയില്ലേ എന്ന് ചോദിച്ച് ഹീറോ പെട്ടെന്ന് ഡോർ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു സ്ത്രീ അവിടെ മരിച്ചു കിടക്കാണ്. ഇത് കാണുമ്പോൾ തന്നെ ഹീറോ പെട്ടെന്ന് പോലീസിനെയും ആംബുലൻസിലെല്ലാം വിളിച്ചിട്ട് അത് കഴിഞ്ഞ് നടന്ന കാര്യം എന്താണെന്ന് ഹീറോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ പോലീസ് വന്ന് ചോദിക്കുമ്പോൾ അടുത്തായിട്ട് തന്നെ ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അപ്പൂപ്പൻ ഡോക്ടർ, അയാളും ഉണ്ട്. അപ്പോൾ ഹീറോ ഇതുപോലെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത്, ഇത്രയും നാൾ എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു അവർ, അപ്പോഴൊന്നും അവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നീ വന്നതിന് ശേഷമാണ് അവർക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. നീ എന്താ മരുന്ന് വല്ലതും മാറ്റി കൊടുക്കുന്നുണ്ടോ എന്നെല്ലാം പറഞ്ഞ് ഈ ഒരു അപ്പൂപ്പൻ ഡോക്ടർ നമ്മുടെ ഹീറോയെ കുറ്റപ്പെടുത്തും. ഇങ്ങേരുടെ തലക്കിട്ട് ഒരു കൊട്ടും കൊടുത്ത് പറഞ്ഞു വിട്ടാലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നതും പോലീസ് ഇപ്പോൾ ഹീറോയെ നോക്കുന്നു. അല്ല ഞാൻ എന്താ ചെയ്തതെന്നുള്ള രീതിയിൽ അയാളെ തിരിച്ചു നോക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇവരുടെ ഫ്യൂണറലും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഹീറോയും ഭാര്യയും തിരിച്ച് നടന്നു വരുമ്പോഴത്തേക്കാണ് ഹെൻറി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട്, അല്ല ഈ ഒരു ലേഡിയായിരുന്നു നിന്റെ അവസാനത്തെ പേഷ്യൻ്റ് എന്നറിഞ്ഞു. അല്ല ഇപ്പോൾ നിനക്ക് പേഷ്യൻസ് ഒന്നുമില്ലേ? വേണമെങ്കിൽ പേഷ്യൻസിനെ ഞാൻ ഒപ്പിച്ചു തരാം, അതുകൊണ്ട് തന്നെ മറക്കാതെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞ് അവനിപ്പോൾ ഒരു കാർഡ് കൊടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കാണിക്കുമ്പോൾ ഹീറോ ആകെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ആകെ ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ് ഇത്ര നേരത്തെ ആ ഒരു ലേഡി മരിച്ചുപോയി. ഇതെല്ലാം കാരണം. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഈ ഒരു ബേസ്മെന്റിലുള്ള തടിയെല്ലാം കേടായിരിക്കണല്ലോ, അത് ശരിയാക്കാൻ വേണ്ടി ഒരാൾ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അയാൾ ഇപ്പോൾ ഈ ഒരു വീടിനടിയിലേക്ക് വന്ന് അവിടെ തടിക്ക് എന്ത് സംഭവിച്ചു എന്നെല്ലാം ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ഹെൻറി എന്ന് പറഞ്ഞിട്ട് അയാളെ കാണാനായിട്ട് അയാളുടെ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അപ്പോൾ അയാൾ എന്തോ ഒരു റഗ്ബി ടീമാണ് വെച്ചിട്ടുള്ളത്. അവിടെയുള്ള പ്ലേയേഴ്സിനെല്ലാം ഒരു പേഴ്സണലായിട്ടുള്ള ഫിസിഷ്യൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോയെ കൊണ്ടുവന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഹീറോ നേരെ അകത്തേക്ക് വന്നിട്ട് അവിടെയുള്ള ആ ഒരു പയ്യന്മാരെല്ലാം നല്ലതുപോലെ പരിശോധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ടീമിന്റെ പ്രാക്ടീസ് നടക്കാൻ പോവാണ്. അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് ഗ്രൗണ്ടിലേക്ക് വന്നു. ഇപ്പോൾ ഹീറോയും അത് കാണാൻ വേണ്ടി ആ ഒരു ഗ്രൗണ്ടിന്റെ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. ആ ഒരു സമയത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു ചിലന്തി ഹീറോയുടെ അടിയിലൂടെ പതിയെ ഇറങ്ങി നേരെ താഴേക്ക് വന്നിട്ട് താഴെ ഒരു ഹെൽമെറ്റ് ഇരിപ്പുണ്ട്. അതിനകത്തേക്ക് കയറിയെങ്കിരിക്കും. അത് കയറിയിരിക്കുന്ന കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വേറൊരുത്തം വന്ന് പെട്ടെന്ന് ആ ഒരു ഹെൽമെറ്റും എടുത്ത് അവൻ അതെടുത്ത് തലയിലേക്ക് വെച്ച് ഇപ്പോൾ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും നല്ലതുപോലെ കളിക്കുമ്പോഴത്തേക്കും ഈ ഒരു പയ്യന്റെ മുകളിലൂടെ എല്ലാവരും കൂടി ചാടി അങ്ങ് വീഴുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവരെല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുമ്പോൾ ഈ ഒരു പയ്യൻ മാത്രം എഴുന്നേൽക്കുന്നില്ല. കാരണം വേറെ ഒന്നല്ല, അവർ ചിലന്തി കടിച്ചിട്ട് അവനും അവിടെ വെച്ച് മരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഈ ഒരു കേസും പോലീസ് അന്വേഷിക്കുമ്പോൾ അവിടെയും നമ്മുടെ ഹീറോയെ തന്നെയാണ് എല്ലാവരും സംശയിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ആ ഒരു ഡോക്ടർ അപ്പൂവനുണ്ടല്ലോ അയാൾ വന്നിട്ട് പറയുന്നത്, ആദ്യം ആ ഒരു ലേഡിയുള്ള അടുത്ത് നീ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇവരുടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും അതിലും ഒരാൾ മരിച്ചു എന്നും പറഞ്ഞിട്ട് ഹീറോയെ തന്നെയാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെ ആ ഒരു ഫ്യൂണറലെല്ലാം കഴിഞ്ഞ് ഹീറോയും ഭാര്യയും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ കുട്ടികൾ വീടിന് വെളിയിലിരിക്കുകയാണ്. ഹേയ് എന്ത് പറ്റി, നിങ്ങൾ കളിക്കാൻ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അടുത്ത വീട്ടിൽ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവരിപ്പോൾ ഹീറോയെ പറ്റി ഇവരോട് എന്തോ മോശമായിട്ട് പറഞ്ഞു. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ അച്ഛൻ ഒരു ഡോക്ടർ കില്ലറാണെന്ന്. കാരണം എല്ലാവരെയും കൊല്ലുന്ന ഒരാളാണ് നിങ്ങളുടെ അച്ഛൻ. നിങ്ങളുടെ അച്ഛൻ ചെല്ലുന്നിടത്തെല്ലാം ഓരോരുത്തരും മരണപ്പെടുകയാണ് എന്നെല്ലാം പറഞ്ഞ് ഇവരോട് ആ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ അവളിങ്ങനെ കളിയാക്കി സംസാരിച്ചു. അത് കാരണമാണ് ഇവർ രണ്ടുപേരും വിഷമിച്ച് ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ട് ഹീറോയുടെ മകൻ ചോദിക്കുന്നുണ്ട്, അല്ലച്ചാ അച്ഛനെന്തിനാ ഇങ്ങനെ എല്ലാവരെയും കൊല്ലുന്നേ, അവരുടെ ശരീരം വെട്ടിമുറിക്കാനാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ അടുത്തേക്ക് വന്നിട്ട് പറയും, മോനെ അതുകൊണ്ടല്ല, എല്ലാവരും എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം. പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഇതൊരു ചെറിയ പട്ടണം ആയതുകൊണ്ട് തന്നെ ഇവിടെ അതിനൊന്നും ഒരു അനുമതിയില്ല. നമ്മൾ ഇതിനു മുന്നേ താമസിക്കുന്ന വലിയ വലിയ സിറ്റികളിൽ മാത്രമേ അങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നെല്ലാം അവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേസമയം ഈ ഒരു അപ്പൂപ്പൻ ഡോക്ടർ അയാളുടെ വീട്ടിൽ ഈ ട്രെഡ്മില്ലിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയാണെങ്കിൽ കട്ടിൽ കിടക്കുന്നു. അപ്പോൾ അപ്പൂപ്പൻ പറയുന്നുണ്ട്, അല്ല വലിയ വലിയ സിറ്റികളിലുള്ളതുപോലെ അട്ടോപ്സി ചെയ്യാനുള്ള ആ ഒരു സംവിധാനമൊന്നും നമ്മുടെ ഈ ഒരു ചെറിയ പട്ടണത്തിലില്ല.
പിന്നെ നമ്മൾ എങ്ങനെ ഇത് മനസ്സിലാക്കും? അപ്പം അയാളുടെ ഭാര്യ പറയും, ചെറിയ കുട്ടികളെ പോലെ സംസാരിക്കാതെ വലിയവരെ പോയി ചിന്തിക്കുക. ഇപ്പം ആ ഒരു സ്ത്രീ ആയാലും ഈ ഒരു പയ്യനായാലും അവർ രണ്ടുപേരും മരിച്ചപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണ് മരണകാരണമെന്നാണ് നമ്മളെല്ലാവരും കരുതിയിരിക്കുന്നത്. അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരം അട്ടോപ്സി ചെയ്തല്ലേ പറ്റൂ എന്നെല്ലാം അവരിങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ ഒരു ട്രെഡ്മില്ലിലും ആ ഒരു ചിലന്തി ഇങ്ങനെ കയറി ചെല്ലുന്നുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത് പതിയെ ഇഴഞ്ഞ് താഴേക്ക് ഒന്ന് വീഴാണ്. പക്ഷേ അവിടെ നിന്ന് അത് എഴുന്നേറ്റ് നേരെ അയാളുടെ ഷൂവിനകത്ത് ഇങ്ങനെ കയറിപ്പോവും. അങ്ങനെ ഈ ഒരു അപ്പൂപ്പൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ട്രെഡ്മില്ലിൽ നടന്നതുകൊണ്ട് തന്നെ ആ ഒരു ഷൂ ഉണ്ടല്ലോ അത് ഊരി മാറ്റി വീട്ടിലിടുന്ന ആ ഒരു ഷൂ ഉണ്ട് അതെടുത്ത് ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് അതിനകത്ത് ആ ഒരു ചിലന്തി ഉണ്ടായിരുന്നു. സ്പോട്ടിൽ തന്നെ അപ്പൂപ്പൻ്റെ കാലിൽ കടിക്കും. അപ്പൂപ്പൻ മരിച്ച് തൻ്റെ ഭാര്യയുടെ മടിയിലേക്ക് വന്ന് വീഴുന്നതും അവർ പെട്ടെന്ന് തന്നെ പോലീസിനെ ആംബുലൻസിലെല്ലാം വിളിക്കുന്നുണ്ട്. പക്ഷേ അപ്പൂപ്പൻ അധികം നേരം ജീവിച്ചിരിക്കത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ ഇവിടെ വീട്ടിൽ അറിഞ്ഞിട്ട് ഓക്കെ ഇവിടെയുള്ള ഒരു ഡോക്ടറിന് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോ അവൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ അവിടേക്ക് വന്നിട്ട് ഇപ്പോൾ വേറൊരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഇത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു? അതെ, അങ്ങനെയാണ് അയാളുടെ ഭാര്യ പറയുന്നത്. അതുപോലെ ആ ഒരു ഭാര്യയാണെങ്കിൽ ഒരു ചിലന്തിയെ കണ്ടു എന്ന് പറഞ്ഞു. ആ ഒരു ചിലന്തി കടിച്ചിട്ടാണ് അങ്ങനെ ആയതെന്നും അവർ പറയുന്നുണ്ട്. ഇത് നോക്ക്, കാലിലാണെങ്കിലോ ആ ഒരു ചിലന്തി കടിച്ച പാടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോൾ അയാൾ പറയും, ചിലന്തി കടിച്ചിട്ട് ഒരാൾ മരിക്കുമെന്നു, ഞാൻ ഇതെല്ലാം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ വീട്ടിലേക്ക് വരും. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയെ നോക്കിയിട്ട് അയാൾ പറയുന്നത്, സാർ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ശരീരം നല്ലതുപോലെ നോക്കണം, കാരണം ഇനി ഈ ഒരു പട്ടണത്തിലെ ഒരേ ഒരു ഡോക്ടർ നിങ്ങൾ മാത്രമാണ് എന്ന് പറയുന്നതും. ഇപ്പം അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ അപ്പൂപ്പൻ ഡോക്ടർ മരിച്ചത് എന്തായാലും ഹീറോയ്ക്ക് നല്ലൊരു കാര്യമായിട്ട് മാറി. എന്താണെന്ന് വെച്ചാൽ അപ്പൂപ്പൻ്റെ പേഷ്യൻസ് എല്ലാം ഇപ്പോൾ നമ്മുടെ ഹീറോയെ കാണാനായിട്ടാണ് വരുന്നത്. അത് കാരണം ഹീറോയുടെ ഭാര്യയ്ക്ക് നല്ല സന്തോഷമായി, കാരണം ഇവരുടെ ജീവിത രീതി ഇനിയിപ്പോൾ മാറാൻ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇന്നലെ ആ ഒരു കേസ് അന്വേഷിക്കാൻ വന്ന അയാളുണ്ടല്ലോ, അയാൾക്ക് ഈ ഒരു മരിച്ചുപോയ അപ്പൂപ്പൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് കിട്ടിയിരുന്നു. അതിലാണ് ആ ഒരു അപ്പൂപ്പൻ്റെ ശരീരത്തിൽ എന്തോ ഒരു പോയിസൺ കയറിയിട്ടാണ് അപ്പൂപ്പൻ മരിച്ചതെന്നുള്ള കാര്യം മനസ്സിലാക്കും. അത് കാരണം ഹാർട്ട് അറ്റാക്കും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ കാരണം കൊണ്ടാണോ ആ ഒരു ലേഡിയും അതേപോലെ തന്നെ ആ ഒരു പയ്യനും മരിച്ചത് എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ ശരീരം ശവക്കുഴിയിൽ നിന്ന് തോണ്ടിയെടുക്കണം. ഈ ഒരു കാര്യം ഹീറോയോട് പറയുമ്പോൾ ഹീറോ ഇത് നേരെ ചെന്നിട്ട് ആ ഒരു പോലീസുകാരനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ അതിനൊരിക്കലും സമ്മതിക്കില്ല. കാരണം ഈ ഒരു പട്ടണത്തിൽ അങ്ങനെയൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ഇവരതൊന്നും വലിയ കാര്യമാക്കത്തില്ല. അപ്പോൾ ഹീറോ പറയും, ശരി, എൻ്റെ കയ്യിൽ കോർട്ട് ഓർഡർ ഉണ്ട്, അതുകൊണ്ട് നീ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ രാത്രിയിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോയുടെ ഭാര്യ ഇവരുടെ മക്കളെ, ബണ്ണി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പെൺകുട്ടിയുണ്ടല്ലോ, അവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി രണ്ടുപേരും കാറിൽ ഇങ്ങനെ പറഞ്ഞു വിടാൻ പോവാണ്. അപ്പോൾ ഈ ഹീറോ പെട്ടെന്ന് കാറിനകത്തേക്ക് വന്നിട്ട്, ഏയ് കുട്ടികളെ, ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, നിങ്ങൾ ആ ഒരു വീട്ടിലേക്ക് ചെന്നിട്ട് എന്തെങ്കിലും ചിലന്തിയോ വേറെ എന്തെങ്കിലും പ്രാണികളോ ഇതിനെന്തെങ്കിലും കാണുവാണെങ്കിൽ തൊടാനോ അതിനെ കൊല്ലാനോ ഒന്നും പോരുത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവർ ഓക്കെ എന്നെല്ലാം പറഞ്ഞ് പെട്ടെന്ന് കാർ കൊടുത്ത് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ അവരുടെ വീട്ടിലേക്ക് വന്നിട്ട് ബണ്ണി എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ പെൺകുട്ടിയോട് ഹീറോയുടെ മകൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും ആ ഒരു ചിലന്തി മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് ഇവരുടെ അടുത്തേക്ക് വന്ന് വീണ് ഇവരെ കടിക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആ ബണ്ണി എന്ന് പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെ അമ്മ പെട്ടെന്ന് വന്നിട്ട്, എന്താ ഇത്രയും ബഹളം, പതിയെ സംസാരിച്ചൂടെ, ശരി വാ രണ്ടുപേരും താഴേക്ക് വാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വിളിക്കുമ്പോൾ ഇവർ രണ്ടുപേരും പെട്ടെന്ന് എഴുന്നേൽക്കും. എന്നിട്ട് അവരുടെ കയ്യിലുള്ള ആ ഒരു ബുക്ക് താഴെ ഇടുമ്പോൾ ഇത് ഈ ഒരു ചിലന്തിയുടെ മുകളിലേക്കാണ് വീഴുന്നത്. എന്നിട്ട് അതിന് മുകളിലൂടെ തന്നെ ചവിട്ടി അങ്ങ് നടന്നു പോകുന്നതും ചിലന്തി എന്തായാലും പപ്പട പരുവായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ ഈ ഒരു ചിലന്തികളെ പറ്റിയുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ പറ്റി ഇങ്ങനെ പഠിക്കുകയാണ്. അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ടിങ്ങിൽ ജെയിംസ് എന്ന് പറഞ്ഞ ഒരുത്തിന് ഈ ഒരു ചിലന്തികളെ അന്വേഷിച്ച് പോയിരുന്നല്ലോ, അവനെ പറ്റിയുള്ള ആ ഒരു കാര്യം നോട്ട് ചെയ്യുന്നത്. അതേസമയം ഈ ഒരു ബേസ്മെന്റിൽ കാണിക്കുമ്പോൾ ഹീറോയുടെ വീടിനടിയിലുള്ള ആ ഒരു ബേസ്മെന്റിൽ മുഴുവനായിട്ട് ചിലന്തികൾ ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഹീറോ നേരെ ജെയിംസ് എന്ന് പറഞ്ഞ് അവനെ വിളിക്കുകയാണ്. എന്നിട്ട് ജെയിംസിനോട് പറയും, ജെയിംസ്, ഞാൻ നിങ്ങളോട് ഈ ഒരു ചിലന്തികളെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഞാൻ ഈ ഒരു പട്ടണത്തിൽ ഇതുപോലെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. ഞങ്ങളുടെ പട്ടണത്തിൽ ഇപ്പോൾ ചിലന്തികൾ കാരണം ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അവൻ പറയും, ഓ, ചിലന്തികൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു പ്രാണികൾ മറ്റു കാര്യങ്ങളൊന്നും അധികം ഉണ്ടാകത്തില്ല, കാരണം ഈ ഒരു ചിലന്തികൾ അതിനെല്ലാം കൊന്നു തിന്നും. അതിനെപ്പറ്റി എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അത് സാധാരണ പ്രകൃതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് അവൻ ഇങ്ങനെ പറയുമ്പോൾ ഹീറോ പറയും, അതിന് മരിച്ചത് പ്രാണികളോ മറ്റൊന്നുമില്ല, മനുഷ്യരാണെന്ന് പറയുന്നതും. എന്ത് എന്ത് മനുഷ്യരോ? അതെ, ചിലന്തി കടിച്ചിട്ടാണ് ആ മനുഷ്യരെ മരിച്ചുപോയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു ടൗണിലേക്ക് ഒന്ന് വരാൻ കഴിയുമോ എന്നും പറഞ്ഞ് അഡ്രസ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെ ജെയിംസ് ഇവിടേക്ക് വരാനായിട്ട് തയ്യാറാവും. അതുപോലെ ഇവൻ ഈ ഒരു ടൗണിൻ്റെ പേര് കേട്ടിട്ട് എവിടെ കേട്ടതുപോലെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെമിത്തേരിയിൽ കാണിക്കുമ്പോൾ പോലീസിനോട് പറഞ്ഞിരുന്നല്ലോ ഈ ഒരു ബോഡിയെല്ലാം തിരിച്ചെടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു ശവക്കുഴിയെല്ലാം തോണ്ടി ആ ഒരു ശരീരമെല്ലാം ഇപ്പോൾ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അതേസമയം ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത് ഒരിക്കലും ജെയിംസ് അല്ല, അവൻ്റെ അസിസ്റ്റൻ്റാണ്. അങ്ങനെ അവൻ വന്നിട്ട് പറയും, ജെയിംസ് എത്രയും പെട്ടെന്ന് വരത്തില്ല, അതിന് വരെ ഞാനാണ് വന്നിട്ടുള്ളത് എന്നും പറഞ്ഞ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് അത്ര നല്ലതായിട്ട് തോന്നില്ല, കാരണം അവൻ പ്രതീക്ഷിച്ചത് ജെയിംസിനാണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഈ തോണ്ടിയെടുത്ത ശരീരം ഉണ്ടല്ലോ അതെല്ലാം ഇപ്പോൾ എക്സാമിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അപ്പൂപ്പൻ ഡോക്ടറിൻ്റെ കാലിൽ കടിച്ചിട്ടുണ്ട്, മറ്റേ ആ ഒരു സ്ത്രീയുടെ കയ്യിൽ കടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ആ ഒരു പയ്യനുണ്ടല്ലോ അവൻ്റെ കഴുത്തിലായിട്ടും കടിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇവരെ 3 പേരെ കഴിച്ചിട്ടുള്ള ആ ഒരു ചിലന്തി തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർ 3 പേരും മരണപ്പെട്ടത് എന്നുള്ള കാര്യം ഇവരിപ്പോൾ കൺഫേം ചെയ്യും. അപ്പോൾ ആ ഒരു അസിസ്റ്റന്റ് എന്ന് പറയുന്ന അവൻ്റെ പേര് ക്രിസ് എന്നാണ്. ഇവനിപ്പോൾ നല്ല സംശയം വന്നിട്ട് നേരെ ജെയിംസ് എന്ന് പറഞ്ഞ അവനെ വിളിച്ചിട്ട് ഇത് ഇത്തിരി വലിയ പ്രശ്നം തന്നെയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം. കാരണം നമ്മൾ കണ്ടുപിടിച്ചതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ചിലന്തി ഇതാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കണ്ടുപിടിച്ച ചിലന്തികൾ ഒരുപാട് തവണ കടിച്ചാൽ മാത്രമേ ഒരു മനുഷ്യൻ മരിക്കത്തുള്ളൂ. പക്ഷേ ഇത് ഒരൊറ്റ തവണ മാത്രമേ കടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ ക്രിസ്, ഡോക്ടർ, ഹീറോ, ആ ഒരു പോലീസുകാരൻ ഇവരെല്ലാവരും നമ്മുടെ അപ്പൂപ്പനായിട്ടുള്ള ഡോക്ടർ ഉണ്ടല്ലോ അയാളുടെ വീട്ടിലേക്ക് പോവാണ്. കാരണം ആ ഒരു ചിലന്തി ഈ ഒരു വീടിനകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ റൂമിൽ പോയി ഇങ്ങനെ പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് അതിൽ ആ ഒരു പോലീസുകാരൻ ഇവിടെയുള്ള ഒരു സ്നാക്സ് എടുത്ത് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങും. ഒരു വീട്ടിലേക്ക് കയറിയതും പോരാഞ്ഞിട്ട് അവിടെയുള്ള ഫുഡും എടുത്ത് കഴിക്കുന്നു. ഇവിടെ വെളിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ ക്രിസും ഹീറോയും വെളിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അവിടെ പലയിടങ്ങളിലായിട്ട് ഈ ഒരു ചിലന്തി വല കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിലന്തി ഇവിടെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരുപാട് പ്രാണികൾ ഈ ഒരു പരിസരത്ത് ഇല്ലാണ്ടായിരിക്കും. കാരണം അതിനെല്ലാം ഇത് കൊന്നു തിന്നും. ആ ഒരു സമയത്താണ് ഇതിനകത്ത് ആ ഒരു പോലീസുകാരൻ ഈ ഒരു സ്നാക്സ് ഉണ്ടല്ലോ അത് തിന്നുമ്പോഴത്തേക്ക് അതിനുള്ളൊരു ചിലന്തി ഉണ്ടായിരുന്നു. ഇവൻ അത് കണ്ട് പേടിച്ച് അതിനെ താഴെയിട്ട് അലറി വിളിക്കുമ്പോൾ എല്ലാവരും ഓടി അകത്തേക്ക് വന്നിട്ട് നമ്മുടെ ക്രിസ് ആ ഒരു ചിലന്തിയെ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയും ഇത് പോരാ, ജീവനുള്ളതൊന്നിനെ കിട്ടിയെങ്കിൽ അത്രയും നല്ലതാണെന്ന് പറഞ്ഞ് അവൻ അവിടെ എല്ലാം ഇങ്ങനെ അന്വേഷിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും നല്ലതുപോലെ അവിടെ എല്ലാം പരിശോധിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു ചിലന്തിയെ ഇവർ കാണുന്നത്. ഇതാണെങ്കിൽ ചാടി ആ ഒരു ടേബിളിന് മുകളിലേക്ക് വീഴുമ്പോൾ ഹീറോ ഇത് കണ്ട് പേടിച്ച് ചുമരിലിങ്ങനെ പറ്റിയിരിക്കുകയാണ്. അപ്പോൾ ക്രിസ് പറയും ഹേയ് നിങ്ങൾ പേടിക്കണ്ട, അനങ്ങാതെ അവിടെ തന്നെ നിന്നോ, ഞാൻ അതിനെ പിടിക്കാമെന്ന് പറഞ്ഞൊരു ഗ്ലാസ് കൊണ്ടുവന്ന് ഈ ഒരു ചിലന്തി അവനങ്ങ് പിടിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ജെയിംസ് എന്ന് പറഞ്ഞ അവൻ ഇവിടേക്ക് വരികയാണ്. അങ്ങനെ ഇവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയെ കണ്ട് പരിചയപ്പെടുമ്പോൾ ഹീറോ ഈ ഒരു കാണാ പടം പഠിച്ചതുപോലെ നിങ്ങൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോഗ്രാഫറെയും കൊണ്ട് അടുത്തുള്ളൊരു കാടിനകത്തേക്ക് പോയി. അവിടെ ചെന്ന ആ ഒരു ക്യാമറമാനാണെങ്കിലോ പ്രത്യേക സാഹചര്യത്തിൽ മരണപ്പെട്ടു. അവനെ ആ ഒരു ശവപ്പെട്ടിക്കുള്ളിലാക്കി നിങ്ങൾ നാട്ടിലേക്ക് അയക്കുമ്പോൾ അവൻ്റെ ശരീരം കണ്ടുപിടിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലെ രക്തമല്ല ഏതോ ഒരു വാമ്പയർ വലിച്ചു കുടിച്ചതുപോലെയാണ് കണ്ടത്. അതിന് കാരണം നിങ്ങൾ ആ നാട്ടിൽ കണ്ടുപിടിച്ച ഏതോ ഒരു ചിലന്തിയാണ്. ആ ഒരു ചിലന്തിയാണ് അവനെ കടിച്ചു കൊന്നതും. അത് കഴിഞ്ഞ് ആ ഒരു പെട്ടിക്കുള്ളിൽ ഈ ഒരു ചിലന്തി കയറി അവൻ്റെ ശരീരം നാട്ടിലേക്ക് അയക്കുമ്പോൾ അവനോടൊപ്പം തന്നെ നാട്ടിലേക്ക് വന്നിട്ട് ആ ഒരു പെട്ടിലിരിക്കുന്ന സമയം മുതൽ ആ ഒരു ചിലന്തി അവൻ്റെ ശരീരം കഴിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവൻ്റെ ശരീരം അങ്ങനെ ആയത്. അത് കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോൾ ആ ഒരു ചിലന്തി വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇവിടെയുള്ള പല ആളുകളെയും അത് കൊല്ലാൻ തുടങ്ങി. ഒരുപക്ഷെ അത് പെറ്റുവരികയായിരിക്കാം എന്നുള്ള രീതിയിൽ ഇത്രയും കാര്യം ഹീറോ പറഞ്ഞു നിർത്തുന്നതും ഇവൻ ആരുടാന്ന് പറഞ്ഞ് ജെയിംസ് ഇങ്ങനെ നോക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരിപ്പോൾ ഇവിടെ നിന്ന് ജീവനോട് പിടിച്ച ആ ഒരു ചിലന്തി ഉണ്ടല്ലോ അതിൻ്റെ ശരീരത്തിൽ നിന്നും ആ ഒരു വിഷം എടുത്തിട്ട് ഈ എലികളിലെല്ലാം കുത്തിവെക്കും. കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു എലികൾ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിലന്തി തന്നെയാണ് ഇതിൻ്റെ കാരണം. അതുപോലെ ഇപ്പോൾ ഇവർ പിടിച്ച ആ ഒരു ചിലന്തിയിലാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതല്ല റാണിയായിട്ടുള്ള ആ ഒരു ചിലന്തി. അതുകൊണ്ട് തന്നെ ക്യൂനായിട്ടുള്ള ആ ഒരു ചിലന്തി ഉണ്ടല്ലോ അതിനെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ മതിയാവും. അതെവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. അതിനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ മറ്റൊരിടത്ത് ഒരു വീട്ടിൽ 2 കപ്പിൾസ് ഈ പോപ്കോൺ എല്ലാം തിന്ന് സിനിമ കാണാനായിട്ടിരിക്കുകയാണ്. കാണിക്കുമ്പോൾ അതിനകത്തും ആ ഒരു ചിലന്തിയുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും നമ്മുടെ ഹീറോയുടെ ക്ലിനിക്കിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് ഫോട്ടോസ് ലഭിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ആരെടുത്തെന്ന് ജെയിംസ് ചോദിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ഹീറോയുടെ ഭാര്യ എടുത്താണെന്ന് പറയുന്നതും ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അവരുടെ അടുത്തേക്ക് പോകണമെന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഈ ഒരു ഷെഡിനകത്തേക്ക് കയറിയിട്ട് ആ ഒരു ചിലന്തി വല ഫോട്ടോ എടുക്കുമല്ലോ അത് കണ്ടതുകൊണ്ടാണ് ജെയിംസ് ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അതേസമയം ഇവിടെ ഹീറോയും ക്രിസും ഇവിടെ ഈ ഒരു പട്ടണത്തിലുള്ള ഇവരുടെ വീടിനടുത്തുള്ള ആളുകളെല്ലാം ഒന്ന് വാൺ ചെയ്യാം, അവരോട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഓരോ വീട്ടിലായിട്ട് കയറി ഇറങ്ങുമ്പോൾ ആ ഒരു സിനിമ കാണാനായിട്ടിരുന്ന 2 കപ്പിൾസ് ഉണ്ടല്ലോ അവർ വീടിനകത്ത് മരിച്ചിരിക്കുന്നു. ഇവിടെ ജെയിംസും ആ ഒരു പോലീസുകാരനും നേരെ ഹീറോയുടെ ആ ഒരു വീടിൻ്റെ ഷെഡിനടുത്തേക്ക് വന്നിട്ട് ആ ഒരു ഷെഡിനുള്ളിലേക്ക് കയറി നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ചിലന്തി വല ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ജെയിംസ് പറയും ഈ ഒരു ചിലന്തികൾ ഇവിടെ തന്നെയാണുള്ളത്, നമ്മുടെ ടീമിലുള്ള എല്ലാവരും ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇവിടെ നമ്മുടെ ക്രിസ്, ഹീറോ, അതേപോലെ തന്നെ വേറൊരുത്തൻ ഇവർ 3 പേരും ഈ ഒരു പട്ടണത്തിൻ്റെ മാപ്പ് എടുത്ത് നോക്കി ഓക്കെ ഇവിടെ ആരൊക്കെയാണ് മരണപ്പെട്ടത് എന്നുള്ള ആ ഒരു കാര്യം ഇങ്ങനെ നോക്കും. അപ്പോൾ അവരുടെ വീടെല്ലാം ഒരു ലൊക്കേഷനെ ചുറ്റിയാണ് ഇങ്ങനെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ്റെ നടുവിലായിട്ടായിരിക്കണം ആ ഒരു ചിലന്തി ഉണ്ടാവുമെന്ന് പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ ഏതാണെന്ന് കാണിക്കുമ്പോൾ ഹീറോ നല്ലതുപോലെ ഞെട്ടുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ആ ഒരു സ്ഥലം നമ്മുടെ ഹീറോയുടെ വീടാണ്. അങ്ങനെയാണെങ്കിൽ ഹീറോയുടെ വീടിനടിയിലാണ് ആ ഒരു ചിലന്തികൾ അധികമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുമ്പോൾ ഹീറോ പറയും ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും നേരെ ഹീറോയുടെ വീട്ടിലേക്ക് പോവാണ്. കാരണം അവൻ്റെ ഭാര്യനെ കുട്ടികളെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കണം, അവരോട് ഈ ഒരു കാര്യം പറയണം. അതേസമയം ഇവിടെ ജെയിംസിനെ കാണിക്കുമ്പോൾ ജെയിംസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ചിലന്തിയെ കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിലേക്ക് കയറി ആ ഒരു ചിലന്തിയുടെ വല അതിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടായി കൊടുക്കും. ഇത്രയും വലിയൊരു ചിലന്തി ആയതുകൊണ്ട് അത്രയും കട്ടിയുള്ള വലയാണത്. ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ആ ഒരു ചിലന്തി വിചാരിക്കും ഇരയാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടി വീണ് ജെയിംസിന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റക്കടി ജെയിംസ് സ്പോട്ടിൽ തന്നെ അവിടെ വെച്ച് മരിച്ചു പോകും. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ടീമും നേരെ ഇവിടേക്ക് വന്നിട്ട് ഇവരുടെ കൂടെ വേറൊരുത്തനുണ്ടല്ലോ അവൻ്റെ കയ്യിലാണെങ്കിൽ ഈ ഒരു ചിലന്തികളെല്ലാം കൊല്ലുന്ന ആ ഒരു മെഷീൻ ഉണ്ട്.
അത് വെച്ചിട്ട് അവനോട് പറയും നീ ആ ഒരു ഷെഡിനകത്തേക്ക് പോകും, ഞാൻ എൻ്റെ ഭാര്യനെ കുട്ടികളെ വെളിയിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഹീറോയും ക്രിസും അവൻ്റെ വീട്ടിലേക്ക് കയറി പോവാണ്. അങ്ങനെ ഇവനാണെങ്കിലോ ഈ ഒരു ഷെഡിനകത്തേക്ക് നടന്നു കയറുമ്പോൾ ആ ഒരു വലിയ ചിലന്തി അത് പതിയെ വെളിയിലേക്ക് പോകുന്നുണ്ട്. ഇവൻ അത് കാണുന്നില്ല. ഇവൻ അകത്തേക്ക് വന്നിട്ട് അവിടെയുള്ള ആ ഒരു ചെറിയ ചിലന്തികളുണ്ടല്ലോ അതിനെല്ലാം ഈ ഒരു പുക വിട്ടിങ്ങനെ കൊല്ലുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവൻ കുറച്ച് മുകളിലേക്ക് കയറാന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ച് കയറുമ്പോഴത്തേക്കും ജെയിംസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരം പെട്ടെന്ന് താഴേക്ക് വീണ് ഇവൻ നല്ലതുപോലെ അങ്ങ് പേടിച്ചു പോകും. എന്താണെന്ന് കാണിക്കുമ്പോൾ അവൻ്റെ ശരീരം മുഴുവൻ ആ ഒരു ചിലന്തി ഇങ്ങനെ ചുറ്റി വെച്ചേക്കാണ്. ഇവിടെ നമ്മുടെ ക്രിസ്ത്യനും ഹീറോയും നേരെ വീടിനകത്തേക്ക് കയറിയിട്ട് അവൻ്റെ ഫാമിലി സേഫ് ആയിട്ട് ഇരിക്കുകയാണോ ഇല്ലയെന്ന് നോക്കുമ്പോൾ അവരെല്ലാവരും TV കണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെയാണ് ഒരു കാര്യം എന്താണെന്ന് കാണിക്കുമ്പോൾ ഈ ഒരു ചിലന്തികളുണ്ടല്ലോ വീടിൻ്റെ പലയിടങ്ങളിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. കാരണം ആ ഒരു ഷെഡിനകത്ത് ഇവൻ ആ ഒരു പുകയെല്ലാം അടിച്ചതുകൊണ്ട് തന്നെ ചിലന്തികളെല്ലാം അവിടെ നിന്നും ഇവരുടെ വീടിനകത്തേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ ഹീറോ പറയും ശരി എല്ലാവരും പതിയെ എഴുന്നേക്ക് നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞ് ആ ഒരു ഡോറിനടുത്ത് എത്തുമ്പോൾ ആ ഒരു ഡോറിലും ഒരുപാട് ചിലന്തികളുണ്ട്. ഇപ്പോൾ വേറെ ഒന്നുമല്ല, അതൊരു ചെറിയ ചിലന്തിയാണെങ്കിലും ഇതൊന്ന് കടിച്ച അപ്പം തന്നെ തീരും, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇവരെല്ലാവരും പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടി ബാത്റൂമിനകത്തേക്ക് കയറി ഡോർ അടച്ചിങ്ങനെ നിൽക്കുകയാണ്. കാണിക്കുമ്പോൾ അതിനകത്തേക്കും കയറി വരുന്നുണ്ട് ഡോറിൻ്റെ അടിയിലൂടെ. കാണിക്കുമ്പോഴത്തേക്കും ബാത്റൂമിൻ്റെ സിങ്കിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നു. ഇത് കണ്ടില്ല അവർ അടുത്തുള്ള ആ ഒരു ജനാല തുറന്ന് അതുവഴി ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ ബാക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഹീറോ മാത്രം അകത്തായി പോകും. അവനിപ്പോൾ ആ ഒരു ജനാല വഴി ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ചിലന്തികൾ അവിടെയും തൂങ്ങി കിടക്കുന്നു. ഒന്നിനെ തട്ടാതെ വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ഇവിടെ ആ ഒരു ഷെഡിനകത്ത് അവനാണെങ്കിലോ ഈ ഒരു ചിലന്തികളെ എല്ലാവരും പുക വെച്ച് ഇങ്ങനെ കൊല്ലുന്നുണ്ട്. അങ്ങനെ ഹീറോ ഈ ഒരു ബാത്റൂമിൽ നിന്ന് വെളിയിലേക്ക് വരാൻ വേണ്ടി ഓടി അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുന്നതും പിടിവിട്ട് വീടിന് മുകളിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് വീഴും. അതുമല്ല ആ ഒരു ഫ്ലോർ തകർന്ന് അവൻ നേരെ ബേസ്മെന്റിലേക്കാണ് വന്ന് വീഴുന്നത്. താഴെ വീഴുമ്പോൾ തന്നെ നല്ല പേടിയാവുന്നുണ്ട്. അങ്ങനെ എഴുന്നേറ്റിരിക്കുമ്പോൾ പെട്ടെന്നൊരു ചിലന്തി അങ്ങനെ വന്നിട്ട് അവന്റെ കയ്യിലേക്ക് കയറി അവനെ കടിക്കാൻ ശ്രമിക്കുന്നു. ഹീറോ അതിനെ തട്ടിക്കളഞ്ഞിട്ട് പേടിച്ച് ഓടി വന്ന് ആ ഒരു ബേസ്മെന്റിന്റെ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും വെളിയിൽ ലോക്കാക്കിയത് കൊണ്ട് തന്നെ അവനിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങാനും കഴിയുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ അവൻ ഈ ഒരു കോരി ഉണ്ടല്ലോ അതും എടുത്ത് കയ്യിൽ വെച്ച് ഈ ഒരു ചിലന്തിയെ കണ്ടാൽ അടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. പക്ഷെ അവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. ആ ഒരു ചിലന്തി ഇരിക്കുന്നത് ആ ഒരു മൺവെട്ടിയിൽ. ഇതുകൂടി കാണുന്നത് ഹീറോ അത് എടുത്തൊരു ഒറ്റയേറ് അവിടെയുള്ള ആ ഒരു കറണ്ട് ബോക്സ് ഉണ്ടല്ലോ അതിന് മുകളിലേക്ക് വന്ന് വീണിട്ട് ഈ ഒരു ചിലന്തി അവിടെ വെച്ച് ചത്തു പോന്നു. ഓക്കെ എന്തായാലും അതിനെ കൊന്നെന്ന് പറഞ്ഞ് ഹീറോ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ചിലന്തികളുടെ മുട്ടയുണ്ടല്ലോ അത് അധികമായിട്ട് ഇരിപ്പുണ്ട്. അതിനകത്ത് ഒരുപാട് ചിലന്തികളുണ്ട്. ഓക്കെ എല്ലാത്തിനെയും കൊന്നിട്ട് പോവാന്ന് പറഞ്ഞ് ഹീറോ ആ ഒരു ബേസ്മെന്റിൽ നോക്കുമ്പോഴത്തേക്കും പഴയ വൈനും മദ്യവും ഇങ്ങനെ ഒരുപാട് അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്ത് ഇപ്പോൾ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ഒഴിക്കാണ് ഈ ഒരു ചിലന്തിയെ കൊല്ലാൻ വേണ്ടി. അങ്ങനെ അത് തീ വെക്കാന്ന് വിചാരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സ്പൈഡർ അവിടെ നിന്ന് ചാടി ഇങ്ങനെ വരുന്നതും ഹീറോ പിടിച്ച് താഴേക്ക് വീഴുമ്പോൾ ഈ ഒരു വൈൻ കുപ്പികളുണ്ടല്ലോ ഇതെല്ലാം കൂടി മറിഞ്ഞ് അവന്റെ മുകളിലൂടെ വന്ന് വീഴും. അവനാണെങ്കിൽ ഇപ്പോൾ അനങ്ങാനും കഴിയുന്നില്ല, അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ താഴെ വീണ് കിടക്കുമ്പോഴത്തേക്കും ആ ഒരു ചിലന്തി വീണ്ടും അവനെ കടിക്കാനായിട്ട് താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വൈൻ കുപ്പി എടുത്തിട്ട് ഒരു ഒറ്റയടി അത് തെറിച്ച് താഴേക്ക് വീണിട്ട് വീണ്ടും അവന്റെ അടുത്തേക്ക് തന്നെ വരികയാണ് അവനെ കടിക്കാനായിട്ട്. അപ്പൊ അവിടെയുള്ള ഈ ഒരു വൈൻ കുപ്പി ഉണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ എടുത്ത് എറിയുന്നുണ്ട്. ഇത് അടുത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഒരു വിധത്തിൽ അതിൽ നിന്ന് കാലെല്ലാം വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് അങ്ങനെ എഴുന്നേറ്റിരുന്ന് അവിടെ ഒരു സ്പ്രേ ഉണ്ട് അതെടുത്ത് വെച്ച് ഒരു ലൈറ്ററും കത്തിച്ച് ഇതിനെ തീ വെച്ച് കൊല്ലാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നിട്ട് അവിടെ മൊത്തം ഇങ്ങനെ തീ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ചിലന്തി എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല, പക്ഷെ ആ ഒരു സ്ഥലം മുഴുവനായിട്ട് കത്തി പിടിക്കുന്നുണ്ട്. അങ്ങനെ കറങ്ങി നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ മുകളിലൊരു പൈപ്പ് ഉണ്ട്. അതുപോലെ ഈ ഒരു ചിലന്തിക്ക് അത്യാവശ്യം കനമുള്ളത് കൊണ്ട് തന്നെ അത് നടക്കുമ്പോൾ ആ ഒരു ശബ്ദം കേൾക്കാൻ കഴിയും. അത് വെച്ചിട്ട് ഈ ഒരു പൈപ്പിന്റെ അറ്റത്ത് വന്ന് ഹീറോ ആ ഒരു ലൈറ്ററും കത്തിച്ച് സ്പ്രേയും വെച്ച് ഇങ്ങനെ നിൽക്കണം. അത് അടുത്തേക്ക് വരുമ്പോഴത്തേക്കും കത്തിച്ച് വിടാൻ വേണ്ടി അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ചിലന്തി പെട്ടെന്ന് ആ ഒരു ചിലന്തി അവന്റെ മുകളിലേക്ക് കയറിയിരിക്കുമ്പോൾ അവൻ കൈ കൊണ്ട് പിടിച്ചിട്ടുള്ളൂ ഒറ്റയേറ്. അതുപോലെ ആ ഒരു ഫോഴ്സിൽ അവന് താഴേക്ക് വന്ന് വീഴും. താഴേക്ക് വന്ന് വീഴുമ്പോൾ അവന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ചിലന്തി ഇപ്പോൾ പതിയെ അവന്റെ കാലിലൂടെ കയറി അവനെ കടിക്കാനായിട്ട് ഇങ്ങനെ വരികയാണ്. ഹീറോയ്ക്ക് ഇപ്പോൾ അനങ്ങാനും കഴിയുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കാണ് അവന്റെ നെഞ്ചിലായിട്ട് ഒരു തടി ഇങ്ങനെ കിടക്കുന്നു. ഓക്കെ ഇതിനടുത്ത് വരുന്നത് വരെ ഹീറോ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കും. ഈ ഒരു ചിലന്തി നടന്ന് കിടന്ന് ആ ഒരു തടിയിലേക്ക് കയറുമ്പോൾ കൈ കൊണ്ടൊരു ഒറ്റയടി ഇത് തെറിച്ചു വന്നിട്ട് അവിടെ തീ കത്തിയിരിക്കുന്നല്ലോ അതിലേക്ക് വന്ന് വീഴുന്നതും ഇത് മൊത്തത്തിൽ കത്തി പിടിക്കുകയാണ്. ഓക്കെ അത് ചത്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ആ ഒരു തീയിൽ നിന്ന് അത് ചാടി താഴേക്ക് വരുന്നു. എന്നിട്ട് അത് ഓടിക്കൊണ്ട് വരികയാണ്. എന്നിട്ട് ഹീറോയുടെ അടുത്തേക്ക് വന്ന് ചാടി ഇങ്ങനെ വീഴുന്നതും ഹീറോ ഒരു ആണി അടിക്കുന്ന മെഷീനുണ്ട് അത് വെച്ച് അതിന്റെ ദേഹത്തേക്ക് ഒരു ഒറ്റയടി ഇത് തെറിച്ചു വന്ന് കൊള്ളുന്നതോ അതിന്റെ ആ ഒരു മുട്ടയുണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക്. അപ്പൊ അവിടെ നേരത്തെ തന്നെ ഈ ഒരു വൈനെല്ലാം ഒഴിച്ചു വെച്ചത് കൊണ്ട് തന്നെ ആ ഒരു സ്ഥലം മുഴുവനായിട്ട് തീ പിടിച്ച് ആ ഒരു ചിലന്തികളെല്ലാം ചാവുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ സേഫ് ആയിട്ട് ഇപ്പോൾ വെളിയിലേക്ക് വന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും കുടുംബവും സാൻ ഫ്രാൻസിസ്കോ ഉണ്ടല്ലോ അവിടെ നിന്നാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്, ഈ ഒരു പട്ടണത്തിലേക്ക്. ഇപ്പൊ കാണിക്കുമ്പോൾ ഹീറോ തിരിച്ച് അവിടേക്ക് തന്നെ പോവുകയും ചെയ്യുന്നു. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.